ഹായ് ഹലോ, ഞാൻ നിംസ്. നിംസ് 777 ടാർ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോട് കൂടി നമ്മൾ കാർഡ് ഷഫിൾ ചെയ്യാൻ പോവാണ്. ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽലെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. നിങ്ങളിപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന റീഡിംഗ് ആണ്. ഇന്നത്തെ എനർജി എന്തെന്ന് നോക്കാം. നിങ്ങളുടെ എനർജിയും നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയുമാണ് നോക്കുന്നത്. കറണ്ട് ഫീലിങ്സ് ആണ് നോക്കുന്നത്. കാർഡ് ഷഫിൾ ചെയ്യാണ്. യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, മാനിഫെസ്റ്റ് ചെയ്യുന്നത്, അവർക്കൊക്കെ കാര്യങ്ങൾ സാധിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് റീഡിംഗ് എടുക്കാൻ പറ്റുന്നില്ല, കുറച്ച് ബിസി ആയിരുന്നു, അതുകൊണ്ടാണ്. ഇനി അങ്ങോട്ട് റീഡിങ്സ് ഉണ്ടായിരിക്കും. ഇവിടെ 9 ഓഫ് കപ്സിന്റെ എനർജിയാണ് ആദ്യത്തെ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. ദ എംപ്രസ്, മെജീഷ്യൻ, ഹൈ പ്രീസ്റ്റസ്. ഫുൾ കാർഡ് റിവേഴ്സ് ആണ്. ടു ഓഫ് സോർട്സ്, ഏസ് ഓഫ് സോർട്സ്, ക്യൂൻ ഓഫ് പന്തക്കിൾ, രണ്ട് കാർഡ് ഉണ്ട്. സൺ കാർഡ്, 9 ഓഫ് വൺസ്, ഹെർമിറ്റ്, കിങ് ഓഫ് പന്തക്കിൾ. ഒരു കാർഡും കൂടി എടുക്കാം. സിക്സ് ഓഫ് കപ്സ്. ഇവിടെ 9 ഓഫ് കപ്സിന്റെ എനർജി നിങ്ങളുടെ എനർജിയാണ്. നിങ്ങളുടെ വലുതും ചെറുതുമായിട്ടുള്ള ആഗ്രഹങ്ങൾ യൂണിവേഴ്സ് നിങ്ങൾക്ക് സാധിച്ചു തരുന്നു എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ഇമോഷനെയാണ് കാർഡ് മീൻ ചെയ്യുന്നത്. ഇവിടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് ഗിഫ്റ്റ് തരാണ്. നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് നിങ്ങളിലേക്ക് സാധിക്കുകയാണ് എന്നാണ് കാർഡ് മീൻ ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് ചുറ്റും വരുന്ന ഹാപ്പിനെസ്സിനെ യൂണിവേഴ്സ് കാണിച്ചു തരുന്നു. മാനിഫെസ്റ്റഡ് ഡ്രീമിനെ കാണിച്ചു തരുന്നു. അബണ്ടൻസിനെ കാണിച്ചു തരുന്നു. നിങ്ങൾ യൂണിവേഴ്സിനോട് പറയേണ്ടത് ഗ്രാറ്റിറ്റ്യൂഡാണ്. ഏതൊരു കാര്യമാണോ നിങ്ങളിലേക്ക് വരുന്നേ, ഇപ്പൊ നിങ്ങൾ ആഗ്രഹിച്ചൊരു കാര്യത്തിൽ തടസ്സം വന്നു എന്ന് കരുതുക. നിങ്ങൾ ആഗ്രഹിച്ച വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും താൽക്കാലികമായിട്ട് മാറിപ്പോയി എന്ന് കരുതുക. ഇവിടെ നിങ്ങൾ കരുതും നിങ്ങൾക്ക് എല്ലാം നഷ്ടപ്പെട്ടു, ഇനി ഒന്നും ജീവിതത്തിൽ സാധിക്കാനില്ല, നേടാനില്ല, ഞാൻ ഒറ്റയ്ക്കായിപ്പോയി. അങ്ങനെയല്ല കരുതേണ്ടത്. എന്തുകൊണ്ട് അവിടെ ആ തടസ്സം വന്നു? അവിടെ കുറച്ച് കാര്യങ്ങൾ തിരിച്ചറിയപ്പെടേണ്ടതുണ്ടാവാം. നിങ്ങളുടെ മൂല്യമായിരിക്കും അവിടെ തിരിച്ചറിയപ്പെടേണ്ടത്. എപ്പോഴും നമ്മൾ ഒരാൾക്ക് അവൈലബിൾ ആകുമ്പോൾ നമ്മുടെ വാല്യൂ അവർ തിരിച്ചറിയില്ല. ആ ഒരു തിരിച്ചറിവിനായിട്ട് നമുക്ക് ആ ഒരു സമയത്തിനായിട്ട് വെയിറ്റ് ചെയ്യാം. അതിനേക്കാളും മേലേക്ക്, നമ്മൾ ആഗ്രഹിച്ചേക്കാൾ ഒരു പടി മേലേക്ക് ആവാം യൂണിവേഴ്സ് നമ്മളിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത്. അതിന് വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. പക്ഷെ നമ്മളുടെ യൂണിവേഴ്സ് നമ്മളെ പൂർണ്ണമായിട്ടും തള്ളിക്കളയുകയില്ല എന്ന് ഉറപ്പാണ്. അനന്ത സാധ്യതകൾ തന്നെയാണ് യൂണിവേഴ്സ് നമുക്ക് ആയിട്ടൊരുക്കി വെച്ചിട്ടുള്ളത്. ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു സ്വപ്നം നേടിയെടുക്കാൻ സമയമായി. ആ ഒരു സമയത്തിനായിട്ട് വെയിറ്റ് ചെയ്യൂ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു നേട്ടം, ആ ഒരു ഗിഫ്റ്റ് ഓൺ ദി വേ ആണെന്ന് പറയുന്നു. നെക്സ്റ്റ് കാർഡിലേക്ക് പോവാം. ഇവിടെ നിങ്ങളുടെ മൂല്യമാണ് തിരിച്ചറിയപ്പെടുന്നതായിട്ട് കാണിക്കുന്നത്. എംബ്രസ് ആണ് കിട്ടിയിട്ടുള്ളത്. ഇവിടെ ഒരു ഡിവൈൻ ഫെമിനിൻ എനർജിയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ വിശ്വാസമായിരിക്കാം ഒരു ഫെമിനിൻ എനർജി കാണിക്കുന്നു. നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ നേടിയെടുക്കാൻ പോകുന്നു എന്നാണ് കാർഡ് മീൻ ചെയ്യുന്നത്. ഇവിടെ മദർഹുഡിനെ കാണിക്കുന്നുണ്ട്. പ്രപഞ്ചം നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. ഒരമ്മയുടെ ഉദരത്തിൽ എങ്ങനെയാണോ ഒരു കുഞ്ഞ്, ആ കുഞ്ഞിന് എന്തൊക്കെ പ്രൊട്ടക്ഷൻ ഒരമ്മ കൊടുക്കും, അതുപോലെ പ്രപഞ്ചം നിങ്ങളെ സംരക്ഷിക്കുന്നു എന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് തോന്നുന്ന
ആ ഒരു തിരിച്ചറിവ്, വാല്യൂ ആണ് കാണിക്കുന്നത്. അവരായിട്ടിരുന്നിട്ടുള്ളത് നിങ്ങളെടുത്താവാം. പ്രൊട്ടക്ഷൻ അവർക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് നിങ്ങളെടുത്താവാം. യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന അബൻഡൻസിനെയാണ് മെയിൻ ചെയ്യുന്നത്. തിരിച്ചറിവ് വന്നുകൊണ്ട് അൺകണ്ടീഷണൽ ലവ് ആണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് തരാനായിട്ട് പോകുന്നത്. ആ ഒരു തിരിച്ചറിവിലേക്ക് അവരെത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് യൂണിവേഴ്സ് പറയാണ്. ഇവിടെ റീബർത്ത് ആണ് കാണിക്കുന്നത്, അബണ്ടൻ ആണ് കാണിക്കുന്നത്, റിച്ച് ഫ്യൂച്ചർ ആണ് കാണിക്കുന്നത്. നിങ്ങളുടെ എനർജി, മജീഷ്യന്റെ എനർജി, നിങ്ങളുടെ ഡ്രീംസിനെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ പറയുന്നു. ഇവിടെ സ്വപ്നങ്ങൾ കണ്ടാൽ മാത്രം പോരാ, നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുക വേണം എന്നാണ് പറയുന്നത്. അത്രമേൽ ആഗ്രഹത്തോടു കൂടി നമ്മളത് നേടിയെടുത്തതായിട്ട് സങ്കല്പിക്കുക, യൂണിവേഴ്സിനോട് താങ്ക് യു പറയുക. ആ ഒരു മാനിഫെസ്റ്റിംഗ് പവറിനെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. ഒരുപാട് അറിവുള്ളൊരു വ്യക്തിയാണ് നിങ്ങളെന്ന് യൂണിവേഴ്സ് പറയുന്നു. നിങ്ങളുടെ കഴിവിനെ നിങ്ങൾ തന്നെ തിരിച്ചറിയാനുള്ള സമയമായി എന്ന് പറയുന്നു. ഇവിടെ നമ്മൾ വിചാരിക്കുക നമുക്കൊരു ടാലന്റും ഇല്ല, ഒരു കഴിവും ഇല്ല എന്ന്. അങ്ങനെയല്ല, ഇവിടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി തരികയാണ്. ആ ഒരു തിരിച്ചറിവിന്റെ ഘട്ടമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങൾ നേടിയെടുക്കുമ്പോൾ ഇവിടെ ആക്ഷനെ കാണിക്കുന്നു. ആഗ്രഹങ്ങൾ നേടിയെടുക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ പ്രവർത്തിക്കുക കൂടി വേണം. ആ ഒരു സമയത്തിനായിട്ട് യൂണിവേഴ്സ് നിങ്ങളെ സജ്ജമാക്കി കഴിഞ്ഞു എന്നാണ് പറയുന്നത്. ഇൻഫിനിറ്റി സൈൻ ആണ് കാണിക്കുന്നത്. അനന്ത സാധ്യതകൾ തന്നെയാണ് പ്രപഞ്ചം നമ്മൾക്കായിട്ട് ഒരുക്കി വെച്ചിട്ടുള്ളത്. ആ സാധ്യതകളെ നോക്കിക്കാണുവാൻ പറയുന്നു. ഇവിടെയാണ് നിങ്ങളിലേക്ക് എല്ലാം സാധ്യമാകുന്നത് എന്ന് പറയുന്നു. ഇവിടെ പ്രപഞ്ചത്തിൽ ട്രസ്റ്റ് ചെയ്യുക എന്നാണ് ഹൈ പ്രീസ്റ്റസ് എനർജി പറയുന്നത്. നിങ്ങളുടെ സ്വപ്നങ്ങൾ, നിങ്ങളുടെ വിഷനെ യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരികയാണ്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ, സ്പിരിച്വൽ ആയിട്ടുള്ള എക്സ്പീരിയൻസിലൂടെ പോകുന്ന നിങ്ങളെയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. എന്ന് മുതൽ നിങ്ങൾ യൂണിവേഴ്സിന്റെ ഭാഗമായി കഴിഞ്ഞുവോ, നിങ്ങൾ പ്രാർത്ഥന, നിങ്ങളുടെ പ്രയറിനെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. ആ ഒരു കാര്യം നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസിലുള്ള ആൻസർ തന്നുവെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇവിടെ സത്യം എന്തെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നത്. മറ്റുള്ളവരുടെ എനർജി ആവാം നിങ്ങളെയും അവരെയും സെപ്പറേഷനിലാക്കിയിട്ടുള്ളത്. ഇവിടെ സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങളെ കണ്ടെത്തുവാനായിട്ട്, നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ പേഴ്സന്റെ എനർജിയാണ് കാണിക്കുന്നത്. ഇവിടെ യൂണിവേഴ്സ് ആയിട്ട് തന്നെയാണ് അവരിലേക്ക് ആ തിരിച്ചറിവ് കൊടുക്കുന്നതായിട്ട് പറയുന്നത്. ഇവിടെ ഫുൾ കാർഡ് റിവേഴ്സ് വന്നിട്ടുള്ളത്. നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ യൂണിവേഴ്സിനോട് ചോദിച്ചിട്ടുണ്ടോ അതിനുള്ള ആൻസർ ഒക്കെ നിങ്ങൾക്ക് ഓൾറെഡി കിട്ടിയെന്നാണ് യൂണിവേഴ്സ് പറഞ്ഞു തരുന്നത്. കാരണം നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിൽ ചോയ്സ് ആയിരുന്നു നിങ്ങൾ, ഓപ്ഷൻ ആയിരുന്നു നിങ്ങൾ. ആ ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. അതൊരു ക്വസ്റ്റ്യനുള്ള ആൻസർ ആണ്. നിങ്ങൾ പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനുള്ള ആൻസർ ആണത്. കാരണം അവർക്ക് നിങ്ങളെക്കാളും കുറച്ചുകൂടി കാര്യങ്ങൾ ചെയ്യാനുണ്ടാവാം, നിങ്ങളെക്കാളും പ്രയോറിറ്റി കൊടുത്ത കാര്യങ്ങൾ ഉണ്ടാവാം. അപ്പൊ ചില സന്ദർഭങ്ങളിൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്, ഞാൻ ഫൂളാണോ, എന്നിൽ സംഭവിച്ചത് ഫൂളിഷ്നെസ് ആണോ? ഇവിടെ അനലറ്റിക് തിങ്കിങ്ങിനെയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മാറിപ്പോയപ്പോൾ നിങ്ങളുടെ എല്ലാ എക്സ്പീരിയൻസും ചോർന്നു പോയതുപോലെ ഫീൽ ചെയ്തിരുന്നു. നിങ്ങളല്ലാതിരുന്നു. എന്നാൽ യൂണിവേഴ്സിന്റെ ഭാഗമായി മാറിക്കഴിഞ്ഞ ആ ഒരു നിമിഷം മുതൽ നിങ്ങൾക്ക് വന്നിട്ടുള്ളത് തിരിച്ചറിവാണെന്ന് പറയുന്നു. നിങ്ങളുടെ അഡ്വഞ്ചർ ആയിട്ടുള്ള ലൈഫിനെയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. റിസ്ക് എടുത്തുകൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കുന്ന ആ ഒരു ജീവിതത്തെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. നിങ്ങളുടെ സോൾ പാത്തിനെയാണ് കാണിച്ചു തരുന്നത്. ഫുൾ കാർഡ് റിവേഴ്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് വന്നിട്ടുള്ള തിരിച്ചറിവ്, നിങ്ങളൊരു വിഡ്ഢിയല്ല എന്ന് തിരിച്ചറിവ് നിങ്ങൾക്ക് വന്നിട്ടുണ്ട് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇവിടെ നിങ്ങളുടെ ലക്ഷ്യങ്ങളെയാണ് ടു ഓഫ് സോർട്സ് കാർഡ് പറയുന്നത്. മറ്റുള്ളവരാൽ നിങ്ങളുടെ കണ്ണ് ബന്ധിക്കപ്പെട്ടിരുന്നു, അതായത് നിങ്ങളുടെ പേഴ്സന്റെ എനർജിയാൽ നിങ്ങൾ ബന്ധിക്കപ്പെട്ടിരുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ ആ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. എന്നാൽ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾ തിരിച്ചറിഞ്ഞ ആ ഒരു നിമിഷം മുതൽ കണ്ണ് ബന്ധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും അവരുടെ ഓർമ്മകൾ ഉണ്ടെങ്കിലും നിങ്ങളുടെ ചിന്തകൾ എന്ന് പറയുന്നത് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കാണ്. ആ ഒരു ലക്ഷ്യത്തിലേക്ക് ഫോക്കസ് ചെയ്യുന്ന നിങ്ങളുടെ എനർജിയാണ് കാണിക്കുന്നത്. നിങ്ങൾ തന്നെ ട്രസ്റ്റ് ചെയ്യാണ്, സ്വയം ട്രസ്റ്റ് ചെയ്യാണ്. നമ്മൾ എന്തൊരു കാര്യം ചെയ്യുകയാണെങ്കിലും നമ്മളെ തന്നെ വിശ്വസിച്ചുകൊണ്ട് വേണം മുന്നോട്ട് പോകാനായിട്ട്. തീരുമാനം എന്ന് പറയുന്നത് നമ്മളുടേതാവണം. ഇവിടെ നമ്മളുടെ തീരുമാനത്തിൽ മറ്റുള്ളവർ ഇടപെടാനായിട്ട് അനുവദിക്കരുത് ഒരിക്കലും. നമ്മളുടെ തീരുമാനങ്ങൾ ശരിയായാൽ പിന്നെ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഹാപ്പിനെസ് ആയിരിക്കും. മനസ്സിലാകുന്നുണ്ടോ?
ഇവിടെ ഒരു ബ്രൈറ്റ് ലൈറ്റ് എന്ന് പറയുന്നത് നിങ്ങളാണെന്ന് അവർ തിരിച്ചറിയുന്ന ആ നിമിഷമായി, ആ ഒരു സമയമായി. ആ ഒരു ബ്രൈറ്റ് ലൈറ്റ് നിങ്ങളിലേക്ക് വരണമെങ്കിൽ എങ്ങനെയാവണം നിങ്ങൾ? ഇവിടെ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക. നിങ്ങൾക്ക് മനസ്സിനെ നിങ്ങളുടെ കൺട്രോളിലേക്ക് കിട്ടുന്നില്ല എങ്കിൽ ദിവസവും മെഡിറ്റേഷൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങൾ പ്രാർത്ഥിച്ചു പോവുക, നേടിയെടുത്തായി സങ്കല്പിക്കുക, ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. അപ്പോഴാണ് നിങ്ങളിലേക്ക് ഒരു പോസിറ്റീവ് എനർജി വരുന്നത്. നിങ്ങൾ മറ്റുള്ളവരെ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ശ്രദ്ധിക്കപ്പെടാൻ പോവുകയാണ്. നിങ്ങളുടെ ആ ഒരു പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് മറ്റുള്ളവർ അട്രാക്ട് ചെയ്യപ്പെടുകയാണ്. കാരണം എന്താണെന്നറിയോ? ഇവിടെ നിങ്ങളുടെ ലക്ഷ്യങ്ങളെ ഏസ് ഓഫ് സോട്ട്സിന്റെ എനർജി പറയുന്നു. ഒരു ഐഡിയ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ഐഡിയ നിങ്ങളിലേക്ക് വരുന്നുണ്ട്, ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്, നിങ്ങളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്തെന്ന് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. ട്രൂത്ത് റിവീൽഡ് എന്നാണ് കാർഡ് പറയുന്നത്. സത്യം എന്തെന്ന് അവർ മനസ്സിലാക്കി കഴിഞ്ഞു എന്നാണ്. അവയർനെസ്സിനെയാണ് കാർഡ് മീൻ ചെയ്യുന്നത്. നിങ്ങളുടെ ചിന്തകൾ തന്നെയാണ് നിങ്ങളിലേക്ക് പോസിറ്റീവ് എനർജി തരുന്നത്. ഇവിടെ ഓൾറെഡി നിങ്ങളും അവരും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സാധ്യമായി കഴിഞ്ഞിട്ടുണ്ട്. മെസ്സേജോ കോളോ സംഭവിച്ചിട്ടുണ്ടെന്ന് യൂണിവേഴ്സ് പറയുന്നു. നിങ്ങളിലേക്ക് വരുന്ന സക്സസിനെയാണ് കാണിക്കുന്നത്. നിങ്ങളെന്ന വ്യക്തിയുടെ ജെനുവിൻ ആയിട്ടുള്ള നിങ്ങളെയാണ് ഇവിടെ കാണിച്ചു തരുന്നത്. അതവർ മനസ്സിലാക്കി കഴിഞ്ഞു എന്നാണ്. അവർക്ക് ബ്രില്യന്റ് മൊമെന്റ് ഓഫ് ക്ലാരിറ്റി എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ എന്താണ് എന്ന് അവർ മനസ്സിലാക്കി കഴിഞ്ഞു എന്നാണ്. സത്യം എന്തെന്ന് അവർ മനസ്സിലാക്കി കഴിഞ്ഞു എന്നാണ്. ഇവിടെ നിങ്ങളിലേക്ക് വരുന്ന പ്രോഗ്രസിനെയാണ് ക്യൂൻ ഓഫ് പെന്റക്കിൾ പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ആ ഒരു മാറ്റമാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. പ്രോഗ്രസ് ആണ് കാണിച്ചു തരുന്നത്. ഇവിടെ സെൽഫ് മെയ്ഡ് പേഴ്സണെയാണ് കാണിച്ചു തരുന്നത്. നിങ്ങളുടെ എനർജിയാണ് ഹീലറായ നിങ്ങളെ കാണിച്ചു തരുന്നു. നിങ്ങളുടെ കരിയർ ആവാം, നിങ്ങൾ മറ്റുള്ളവർക്ക് ആശ്വാസമാകുന്ന ആ ഒരു കാര്യമാകാം ഇവിടെ മീൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങളിലേക്ക് വരുന്ന വെൽത്തിനെ, എബഡൻസിനെ കാർഡ് മീൻ ചെയ്യുന്നു. ഇനി നിങ്ങൾക്ക് വരുന്നത് നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് സക്സസിലേക്കാണ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. എബഡൻസ് നിങ്ങളിലേക്ക് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളിലേക്ക് വരുന്ന ആ ഒരു സ്നേഹത്തെ കാണിക്കുന്നു. മറ്റുള്ളവർ നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുകയാണ്. ആ ഒരു ഓറ കണക്ട് ചെയ്യുകയാണ് എന്നാണ് പറയുന്നത്. നിങ്ങൾ അറിയപ്പെടാൻ പോവുകയാണ്. നിങ്ങളിലേക്ക് വരുന്ന ഒരു പ്രശസ്തിയെ യൂണിവേഴ്സ് കാണിച്ചു തരുന്നു. സണ്ണാണ് കിട്ടിയിട്ടുള്ളത്. ഇവിടെ സക്സസ് എന്നാണ് കാർഡ് മീൻ ചെയ്യുന്നത്. ഇവിടെ ഒരു കംപ്ലീഷനെ യൂണിവേഴ്സ് കാണിച്ചു തരികയാണ്. സന്തോഷ നിമിഷത്തെ കാണിച്ചു തരികയാണ്. വരും ദിവസങ്ങളിൽ നിങ്ങളിലേക്ക് വരുന്ന ഒരു സക്സസിനെ, സന്തോഷമായ നിമിഷത്തെ യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നു. എല്ലാം നേടിയെടുത്ത പിന്നെ എന്താണ്? നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്താണ്? സന്തോഷിക്കേണ്ടേ? അത് തന്നെയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. നിങ്ങൾ യൂണിവേഴ്സിനോട് എന്താണോ ചോദിച്ചിട്ടുള്ളത് ഈ റീഡിംഗ് കാണുമ്പോൾ, അതിനു മുൻപ് നിങ്ങൾ എന്താണോ ചോദിച്ചിട്ടുള്ളത് ആ കാര്യങ്ങൾക്ക് യൂണിവേഴ്സ് നൽകുന്ന മറുപടി എന്താണ്? യെസ് എന്നാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുമോ? യെസ്. അവരും നിങ്ങളും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ സാധ്യമാകുമോ? യെസ്. നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ സക്സസ് ആകുമോ? യെസ്. നിങ്ങളിലേക്ക് വരുന്ന അബണ്ടൻസ് അത് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുമോ? യെസ്. ഇവിടെ ചെയ്യേണ്ടത് അത് സാധ്യമായി കഴിഞ്ഞു, അതിന് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. അതുപോലെ തന്നെ നമുക്ക് ആരോട് ദേഷ്യം വൈരാഗ്യമൊന്നും വേണ്ട. നമുക്കെതിരെ ആരൊക്കെ പ്രവർത്തിച്ചാലും പ്രപഞ്ചം അതൊക്കെ കാണുന്നുണ്ടെന്ന് മാത്രം നമ്മൾ കരുതുക. പോസിറ്റീവായിട്ട് ചിന്തിക്കുക, യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്യുക. അങ്ങനെയെങ്കിൽ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുവാനായിട്ടുള്ള ഡിസിഷനാണ് കാണിക്കുന്നത്. 9 ഓഫ് വാൻസിന്റെ എനർജിയാണ്. അവരെടുക്കാൻ പോകുന്ന ആക്ഷനെ കാർഡ് മീൻ ചെയ്യാണ്. ഹെവി ബർഡൻസിനെയാണ് കാണിക്കുന്നത്. അവർക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് കാർഡ് പറയുന്നു. എങ്കിലും നിങ്ങൾ എന്ന എനർജിയിലേക്ക് തിരിച്ചു വരുവാനായിട്ട് അവർ ആഗ്രഹിക്കുന്നതായിട്ടാണ് കാർഡ് മീൻ ചെയ്യുന്നത്. ഫൈനൽ പുഷിനെ, ലാസ്റ്റ് ഡിഫൻസിനെ കാർഡ് മീൻ ചെയ്യുന്നു. അവരിലേക്ക് വരുന്ന മോട്ടിവേഷനെയാണ് കാർഡ് മീൻ ചെയ്യുന്നത്. ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്, എങ്കിലും നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ നിങ്ങളിലേക്ക് എങ്ങനെയും എത്തണം എന്തിനാണ് അവർ തിരിച്ചറിയുന്നത്. നിങ്ങളാണ് പോസിറ്റീവ് എനർജി. അവരായിട്ടിരുന്നിട്ടുള്ളത് നിങ്ങളുടെ അടുത്താണെന്ന് തിരിച്ചറിയാണ്. ഇവിടെ അവരുടെ എനർജി എന്ന് പറയുന്നത് ഹെർമിറ്റിന്റെ എനർജിയാണ്. ബിസി ലൈഫിൽ നിന്നും താൽക്കാലികമായിട്ട് മാറി നിൽക്കുവാൻ അവർ ആഗ്രഹിക്കുന്നു. സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസിലൂടെ പോകുന്നു. ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത് അവർ തനിച്ചായതുപോലെ ഫീൽ ചെയ്യുകയാണ്. അവർക്ക് മനസ്സിനെ കൺട്രോളിലേക്ക് കൊണ്ടുവരാനായിട്ട് മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവാം. ഒരു ഓറ എന്ന് പറയുന്നത്, പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത് നിങ്ങളാണെന്ന് അവർക്ക് മനസ്സിലാകുന്നു. അവർ ഇപ്പോൾ ഒറ്റയ്ക്കാണ്. ബിസി ലൈഫിൽ നിന്നും തനിച്ചിരിക്കാനായിട്ട് ആഗ്രഹിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഓർമ്മകളിലാണെന്ന് പറയുന്നു. ഒത്തിരി കാര്യങ്ങൾ അവർക്ക് ചെയ്യാനുണ്ട്, ഒത്തിരി എനർജീസ് അവർക്ക് ചുറ്റുമുണ്ട്. പക്ഷേ നിങ്ങളെപ്പോലെ ആവില്ല എന്ന് തന്നെയാണ് കാർഡ് മീൻ ചെയ്യുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ തിരിച്ചറിവ് വന്നുകൊണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്ന ആ ഒരു ജേണിയെ കാണിക്കുകയാണ് കിങ് ഓഫ് പെന്റക്കിളിന്റെ എനർജി.
അവരും നിങ്ങളും കാണുവാനായിട്ടുള്ള സാധ്യതയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. കിങ്ങിന്റെ എനർജി എന്ന് പറയുമ്പോൾ അവരിലേക്ക് അവരുടെ കരിയറിൽ ഒരു മെറ്റീരിയൽ അബഡൻസ് വരുന്നുണ്ട്. ക്ഷമയോട് കൂടിയിട്ട് അവർ നിങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നു. ആ ഒരു കോൺഫിഡൻസിനെ യൂണിവേഴ്സ് കാണിച്ചു തരികയാണ്. നിങ്ങളിൽ നിന്നും ഇനി മാറിപ്പോകാനായിട്ട് അവർക്ക് സാധിക്കില്ല എന്നുള്ള തിരിച്ചറിവ് അവരിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ പ്രോസ്പെരിറ്റി സക്സസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ബന്ധത്തിലാണ് ഇവിടെ സക്സസ് എന്ന് യൂണിവേഴ്സ് പറയുന്നത്. അവരും നിങ്ങളും കാണുവാനുള്ള സാധ്യത എന്ന് പറയുന്നത് അവരുടെ കരിയറുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. ആ ഒരു സാഹചര്യത്തിലാവാം നിങ്ങളും അവരും കാണുവാനായിട്ടുള്ള അവസരം യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നതായിട്ട് കാണിക്കുന്നു. അവരെടുക്കുന്ന എഫേർട്ടിനെ, അവരുടെ ഡിസയർ സാധ്യമാകാനായിട്ട് ഇനി അവരാണ് എഫേർട്ട് എടുക്കുന്നത് എന്ന് പറയുന്നു. അതൊക്കെ നിങ്ങളാണ് എപ്പോഴെപ്പോഴും അങ്ങോട്ട് ചെന്നിരുന്നത്. ഇവിടെ നൊസ്റ്റാൾജി എന്ന് പറയുന്നത് 6 ഓഫ് കപ്സിന്റെ എനർജിയാണ്. പാസ്റ്റിലെ എനർജിയെ നിങ്ങളെ അവർ ഓർത്തെടുക്കുന്നു. അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നു എന്നാണ് കാർഡ് മീൻ ചെയ്യുന്നത്. 6 ഓഫ് കപ്സിന്റെ എനർജി എന്ന് പറയുമ്പോൾ അവരുടെ ഇമോഷൻ എന്ന് പറയുന്നത് ഓൾഡ് സ്റ്റോറി ആയിട്ടാണ് കാണിക്കുന്നത്. ഇവിടെ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ഫ്യൂച്ചറിൽ നിങ്ങൾ വേണമെന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നത്. ഇവിടെ അവരുടെ ഇന്നർ പീസ് എന്ന് പറയുന്നത് നിങ്ങളാണ്, പാസ്റ്റിലാണ് എന്ന് അവർ മനസ്സിലാക്കുന്നു. ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത്, ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നു എന്ന് തന്നെയാണ് മീൻ ചെയ്യേണ്ടത്. അവരുടെ ഹേർട്ട് നിങ്ങളിലേക്ക് കണക്ട് ചെയ്യുകയാണ്. അവർ നിങ്ങളിലേക്ക് തന്നെയാണ്. നമുക്ക് ഇനി ടൈം കാർഡ് കൂടി എടുക്കാം. ഓൺ എനി വെൻസ്ഡേ, ബുധനാഴ്ച എന്നൊരു ദിവസം കിട്ടിയിട്ടുണ്ട്. നിങ്ങളും അവരും കാണുവാനായിട്ടുള്ള സാധ്യത തന്നെയാണ് ഇവിടെ കാർഡ് മെയിൻ ചെയ്യുന്നത്. ഓൺ 6, 15 or 24 of this month or next, take your spouse or partner's help. അപ്പം നിങ്ങളുടെ പങ്കാളി, നിങ്ങളുടെ ആ ഒരു സ്പൗസ് തന്നെയാണ് ഇവിടെ സഹായിക്കുന്നതായിട്ട് കാണിക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എഫേർട്ട് എടുക്കുന്നത് നിങ്ങളുടെ പാർട്ട്ണർ തന്നെയാണ്. ഈ ഒരു ദിവസമാണ് യൂണിവേഴ്സ് നിങ്ങൾക്കായിട്ട് കാണിച്ചു തരുന്ന. ഡേറ്റ് നോക്കുക, 6, 15, 24 ഈ മാസം അല്ലെങ്കിൽ അടുത്ത മാസം എന്നുള്ളൊരു എനർജിയാണ്. ഒരു കാർഡ് കൂടി എടുക്കാം. അപ് ടു നെക്സ്റ്റ് ഓഗസ്റ്റ്, അതുവരേക്കും ചിലവർക്ക് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് അവർക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഒറക്കിൾ ഡെക്കാണ് എടുക്കുന്നേ. സീക്രട്ട് എന്നുള്ളൊരു കാർഡാണ്. ഇവിടെ അവർക്ക് നിങ്ങളോട് കുറച്ച് രഹസ്യങ്ങൾ പറയാനുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. ഐ ഹാവ് ടോൾഡ് യു എവറിത്തിങ്. കുറെ കാര്യങ്ങൾ അവർ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അവരുടെ സ്നേഹം നിങ്ങളിലേക്ക് തരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ പറയാണ് സ്പേസ് എന്നാണ്. ഐ നീഡ് മോർ ടൈം ടു തിങ്ക്. എനിക്ക് കുറച്ചും കൂടി ചിന്തിക്കാനുണ്ട് എന്ന് നിങ്ങൾ പറയാണ് അല്ലേ? ചുമ്മാ നിങ്ങൾ പറയാണ്. അവർ നിങ്ങളിലേക്ക് വരണം തന്നെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഡിസ്ഹോണസ്റ്റി ബൈ ലൈങ് ഐ റിപ്പഡ് അസ് അപ്പാർട്ട്. അപ്പോൾ കള്ളം പറഞ്ഞുകൊണ്ടാണ് അവരും നിങ്ങളും സെപ്പറേഷനിലായത്. അവർ നിങ്ങളോട് ചെറിയ കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് യൂണിവേഴ്സ് പറയുകയാണ്. അത് അവർ നിങ്ങളോട് പറയുകയാണ്, ചെറിയ ചെറിയ കള്ളങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന്. നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന ഹോപ്പാണ്. ഐ ഹാവ് ഗിവൻ അപ്പ് ഓൺ അസ് യെറ്റ്. അപ്പോൾ സാധ്യത തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. നിങ്ങളിന്ന് പൂർണ്ണമായിട്ടൊന്നും അവർക്ക് പോകാനായിട്ട് സാധിക്കുന്നില്ല. അവർ തിരിച്ചു വരികയാണ്. റിയൂണിയൻ എന്നാണ് കാർഡ് മീൻ ചെയ്യുന്നത്. വി വിൽ ഓൾവേസ് കം ബാക്ക് ടു ഈച്ച് അതർ. അപ്പം നമ്മുടെ സ്നേഹം എന്ന് പറയുന്നത് അവിടെ തന്നെയുണ്ട്. തിരിച്ചു തരാനായിട്ട് അവർ ആഗ്രഹിക്കുകയാണ്. തിരിച്ചു വരികയാണ് എന്ന് യൂണിവേഴ്സ് പറയുന്നു. നിങ്ങൾ അറിയപ്പെടാൻ പോവുകയാണ്. ഇവിടെ ഫൈനലായിട്ട് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ ഇന്ന് മാറിപ്പോകുമ്പോൾ നിങ്ങൾ എന്തായിരുന്നു, ഇപ്പോൾ നിങ്ങൾ എന്താണെന്ന് തിരിച്ചറിയുക എന്നാണ്. ഇവിടെ നിങ്ങളുടെ വാല്യൂ തിരിച്ചറിയുമ്പോൾ നിങ്ങളിലേക്ക് വരുന്ന പ്രശസ്തിയെ യൂണിവേഴ്സ് കാണിച്ചു തരികയാണ്. ഈ റീഡിങ്ങിൽ വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം, മെസ്സേജ് ചെയ്യാം. ഓക്കെ, ഒത്തിരി പേരായി മെസ്സേജ് ചെയ്യുന്നു. നിമിഷം റീഡിങ് ഇല്ലല്ലോ, കുറച്ച് തിരക്കായി പോയതുകൊണ്ടാണ്, മനഃപൂർവ്വമല്ല. നമ്മുടെ റീഡിങ് സ്ഥിരം കാണുന്നവരുണ്ട്, നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്നവരുണ്ട്, അവർക്ക് വേണ്ടിയിട്ടാണ് ഈ റീഡിങ്. എന്നിൽ വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങളാണ് എന്നെ സപ്പോർട്ട് ചെയ്യേണ്ടതായിട്ട് എനിക്ക് പറയാനുള്ളത്. റീഡിങ് നിർത്തുകയാണ്. ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം.
പേഴ്സണൽ റീഡിങ്ങിന് ആവശ്യമുള്ളവർക്ക് നമ്പർ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള റീഡിംഗ് ഞാൻ പറഞ്ഞു തരാം. കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വരും, നിങ്ങളുടെ സ്വന്തം നിംസ്.